ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് റോക്കിയും രതീഷും ജിൻഡോയും ഒക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. നമുക്കറിയാം, ജയിൽ നോമിനേഷൻ്റെ സമയത്താണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജയിൽ നോമിനേഷൻ തുടങ്ങുന്നതിന് മുൻപ് ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ 3 പേര് ഇരുന്ന് സംസാരിക്കുകയാണ്. ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളെ കുറിച്ചാണ് ഇവരിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ രതീഷ് പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ക്യാപ്റ്റനായി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊളിച്ചെടുക്കും. എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ വ്യക്തിക്ക് ഗെയിം കളിക്കാൻ അറിയില്ല, താൻ വലിയ സംഭവമാണ്, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിനെ ഞാൻ പൊളിച്ചടുക്കിയിരിക്കും, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് രതീഷ് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടൻ തന്നെ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട്, ഉദ്ദേശിച്ച വ്യക്തി ആരാണെന്ന് മനസ്സിലായി, സിജോയല്ലേ ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ അവിടെ നമ്മുടെ രതീഷ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും പറയുന്നുണ്ട്, സിജോയ്ക്ക് ഗെയിം കളിക്കാൻ അറിയില്ല. സിജോ കുറേ ഗെയിമൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടത്, കറക്റ്റ് സമയത്ത് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. കുറച്ച് സംസാരിക്കാൻ അറിയാം എന്നല്ലാതെ ഗെയിം എങ്ങനെ കൊണ്ടുപോകണം, ഗെയിം എങ്ങനെ കളിക്കാമെന്നറിയില്ല. ആ ഗെയിം അവൻ്റെ ഞാൻ പൊളിച്ചു കൊടുക്കും, അവൻ ക്യാപ്റ്റനായി വന്നാൽ എന്നവിടെ പറയുന്നുണ്ട് രതീഷ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഗെയിം പ്ലാൻ നടത്തുകയാണ്. സിജോനെ എങ്ങനെ തകർക്കാം എന്നുള്ളൊരു ഗെയിം പ്ലാനാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് രണ്ടും ജിൻഡോയും അതുപോലെ തന്നെ റോക്കിയും ശരിവെക്കുന്നുണ്ടായിരുന്നു. റോക്കിയും പറയുന്നുണ്ടായിരുന്നു സിജോ ഒരിക്കലും നല്ലൊരു പ്ലെയർ അല്ല എന്നുള്ള കാര്യം അവിടെ റോക്കിയും പറയുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന റോക്കി പറഞ്ഞ പോലെയും രതീഷ് പറഞ്ഞ പോലെയും സിജോ ഒരിക്കലും ഒരു ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ പ്ലെയർ ആണ് സ്വയം ഞാൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സിജോ അവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പലരുടെയും മുന്നേ പോയി നിന്ന് സംസാരിച്ച് തേഞ്ഞൊട്ടി വരുന്നതാണ് നമ്മൾ സിജോനെ കണ്ടിട്ടുള്ളത്. സിജോനെ സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സിജോൻ്റെ ആ സംസാരം ഭയങ്കര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ വോയിസും നല്ല വോയിസാണ്, എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റിയ നല്ല വോയിസാണ് സിജോനെ. പക്ഷെ ഒരു നല്ല ഗെയിമറായിട്ട് ഞാൻ സിജോനെ ഇതുവരെ കണ്ടിട്ടില്ല. അത് തന്നെയാണ് അവിടെ റോക്കിയും അതുപോലെ തന്നെ രതീഷും പറഞ്ഞത്. അതുകൂടാതെ തന്നെ അവിടെ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്, ക്യാപ്റ്റൻ എന്ന നിലയിൽ അർജുൻ വമ്പൻ പരാജയമായിരുന്നു, ഒരു യോഗ്യതയില്ലാത്ത ക്യാപ്റ്റൻ ആയിരുന്നു അർജുൻ എന്ന് പറയുന്നുണ്ട്. അവിടെ അർജുൻ ഭയങ്കര പാർഷ്യാലിറ്റിയാണ് കാണിച്ചത്. എല്ലാവരുടെ അടുത്തും ഒരുപോലെയല്ല അർജുൻ നിന്നത്. അർജുൻ ഭയങ്കര പാർഷ്യാലിറ്റി ആയിരുന്നു. അർജുനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഈ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് അർജുൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അർജുനെയും പൊളിച്ചെടുക്കും എന്നവിടെ പറയുന്നുണ്ട് രതീഷ്. അർജുൻ ഒരു പൊട്ട ക്യാപ്റ്റൻ ആണ് എന്നുള്ള കാര്യമാണ് ഇവർ 3 പേരും അത് ശരിവെക്കുന്നുണ്ട്. റോക്കിയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ രതീഷും ജിൻഡോയും പറയുന്നുണ്ട് അർജുൻ ഒരു മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പിന്നീട് അവിടെ ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് രതീഷ് അർജുനെ കുറിച്ച് പറഞ്ഞതും. ഇവരിരുന്ന് സംസാരിച്ച കാര്യം തന്നെയാണ് അവിടെ രതീഷ് പിന്നീട് വന്ന് പറയുന്നത്, അർജുൻ ഒരു മോശം ക്യാപ്റ്റൻ ആയിരുന്നു, എന്താണ് ക്യാപ്റ്റൻസി എന്ന് പോലും അറിയാത്ത ഒരു കുട്ടിത്തമുള്ള ഒരു കുട്ടിക്കളി വെച്ചുകൊണ്ടുള്ള ഒരു പാർഷ്യലായിട്ട് ഗെയിം കളിച്ച ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അർജുൻ എന്നാണ് അവർ പറഞ്ഞത്. അത് ഒന്നോർക്കുമ്പോൾ സത്യമാണെന്ന് പ്രേക്ഷകരായ നമുക്കും പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ റോക്കി ഇരുന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ആകെ ബെസ്റ്റ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായി തോന്നിയിട്ടുള്ളത് രതീഷിനെ മാത്രമാണ്. എൻ്റെ കപ്പിനും എനിക്കും ഇടയിലുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് രതീഷാണ് എന്നൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് റോക്കി. കപ്പിനും എനിക്കും ഇടയിലുള്ള ഏക വ്യക്തി രതീഷാണ്. നിങ്ങൾക്കെതിരെ ഞാൻ നല്ലൊരു കളി കളിക്കും, ഇപ്പോഴല്ല, നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഞാൻ ഒരിക്കലും കളിക്കില്ല. കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് നമ്മളെ ഒരു തരത്തിലും തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അത് പിന്നീട് മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി തീരും. അതുകൊണ്ട് നമ്മളൊപ്പം നിന്ന് കളിക്കില്ല, പക്ഷേ നമുക്ക് എതിരെ നിന്ന് കളിക്കാമെന്നും റോക്കി അവിടെ പറയുന്നുണ്ട്. എന്തായാലും റോക്കിയും രതീഷും അവിടെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അവർ രണ്ടുപേരുടെയും ഗെയിം പ്ലാനുകൾ വളരെ സക്സസ് ആയിട്ട് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഒരുപാട് പാളിച്ചകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലേ. എപ്പോഴും എല്ലാം പോസിറ്റീവായിട്ടും എല്ലാം അവർ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. ഇതൊരു ഗെയിമല്ലേ, പലർക്കും പല രീതിയിലുള്ള ഗെയിം ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഇവർ രണ്ടുപേരും അവിടുത്തെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് എന്ന് പറയാം ഉറപ്പാണ്.